നമസ്കാരം. എങ്ങനെയാണ് CPM തങ്ങളുടെ പാർട്ടിയെ വളർത്തുന്നത്? ചിന്താശേഷിയില്ലാത്ത ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുകയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനം. അതിനായി സ്വാതന്ത്ര്യം, സമത്വം, സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞും മെരുങ്ങാത്തവരെ ഭീഷണിപ്പെടുത്തിയും വിരട്ടിയും വരുതിയിലെത്തിച്ചും നേതാക്കൾ പാർട്ടിയെ ബലപ്പെടുത്തുന്നു. ചിന്താശേഷിയുള്ള ഒരൊറ്റയൊരുത്തനും ഈ പ്രസ്ഥാനത്തിൻ്റെ 7 അയലത്ത് കൂടി പോലും പോകില്ല. കേരളത്തിലെ കലാലയങ്ങൾ ഇവറ്റകളുടെ വിഹാര കേന്ദ്രങ്ങളാണ്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. SFI എന്ന ഈ പ്രസ്ഥാനം എത്ര കുട്ടികളുടെ ഭാവിയും ജീവിതവുമാണ് നശിപ്പിച്ചത് എന്ന്. ഭയപ്പെടുത്തി വരുതിക്ക് നിർത്തുകയാണല്ലോ SFIയുടെ മാതൃസംഘടനയായ CPM ചെയ്യുന്നത്. ഈ നശിച്ച പ്രസ്ഥാനത്തിലേക്ക് വന്നുപെടുന്ന കുട്ടികൾക്ക് പിന്നീട് ഒരിക്കലും ഒരു നല്ല മനുഷ്യനാകാൻ കഴിയില്ല എന്ന് അവരുടെ നേതാക്കൾ തന്നെ പലവട്ടം തെളിയിച്ചിട്ടുണ്ട്. SFI നേതാക്കളായ PM ആർഷോയുടെയും അഫ്സലിൻ്റെയും മുഹമ്മദ് സാദിഖിൻ്റെയും ഹസൻ മുബാറക്കിൻ്റെയും ഒക്കെ വർത്തമാന ഭാഷയും ശരീരഭാഷയും നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കണം. SFI എന്ന നശിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനം ഒരു ചിലന്തി വല പോലെയോ എലിപ്പത്തായം പോലെയോ ആണ്. ഒരിക്കൽ അകപ്പെട്ടാൽ പിന്നീട് തിരിച്ചിറങ്ങുന്നത് അസാധ്യം. രക്ഷപ്പെട്ടു വരുന്ന അപൂർവം ചിലർ ഉണ്ടായിരിക്കാം. പക്ഷേ കൂടുതൽ പേരും ഈ കെണിയിൽ അകപ്പെട്ടു പോകുകയാണ് പതിവ്. എന്തുകൊണ്ടാണ് എന്ത് കുറ്റകൃത്യം ചെയ്താലും ചെയ്യുന്നവരെ SFIയും DYFIയും CPM ഒക്കെ സംരക്ഷിക്കുന്നത്? കുറ്റകൃത്യവാസനയും കുറ്റകൃത്യങ്ങൾ ചെയ്ത് പഴക്കമുള്ളവരും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രസ്ഥാനങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. വയനാട് പൂക്കോട്ട വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി JS സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയ SFI പിശാചുക്കളെ പാർട്ടി സംരക്ഷിച്ചതും ഇതേ കാരണം കൊണ്ടാണ്. ആദ്യം അറസ്റ്റ് ചെയ്ത 6 പ്രതികളെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കിയപ്പോൾ ജില്ലയിലെ മുതിർന്ന നേതാവും മുൻ MLAയുമായ CK ശശീന്ദ്രനും കൂടെയുണ്ടായിരുന്നു. അയാൾ കോടതി ജീവനക്കാരോട് കയർക്കുകയും പോലീസ് ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുകയും മജിസ്ട്രേറ്റിനടുത്തേക്ക് തള്ളിക്കയറുകയുമൊക്കെ ചെയ്തു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. ഗൂഢാലോചന അടക്കമുള്ള കുറ്റകൃത്യങ്ങളാണ് കേസിൽ അറസ്റ്റിലായ SFI പിശാചുകൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇവനൊക്കെ പ്രായം 22 വയസ്സോ അതിൽ താഴെയോ ആണ്. അതായത് ഒരു മനുഷ്യൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന കാലഘട്ടം. പക്ഷേ ഇവനൊന്നും ഇനി നല്ലൊരു ഭാവിയില്ല. കാരണം ഒരു പാസ്പോർട്ട് എടുക്കണമെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. ഈ കേസ് നിലനിൽക്കുമ്പോൾ അത് കിട്ടില്ല. ക്രിമിനൽ കേസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു സർക്കാർ ജോലിയും കിട്ടില്ല. അല്ലെങ്കിൽ തന്നെ സർക്കാർ ജോലിയോട് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഇപ്പോൾ വലിയ താല്പര്യവുമില്ല. കാരണം ശമ്പളം പോലും കൃത്യമായി കിട്ടാത്ത തരത്തിൽ കേരളത്തിലെ സാമ്പത്തികാവസ്ഥയെ എത്തിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ. ഒരു നല്ല സ്വകാര്യ കമ്പനിയിലെ ജോലിക്കാണെങ്കിൽ പോലും അവിടെയും വേണം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ വിദേശത്തും പോകാൻ കഴിയില്ല. നാട്ടിൽ നല്ലൊരു ജോലിയും കിട്ടില്ല. പിന്നെ എന്താണൊരു വഴി? പിന്നെയുള്ള ഒരേയൊരു വഴി ഈ പാർട്ടിക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നേതാക്കൾ തല്ലാൻ പറഞ്ഞാൽ തല്ലണം, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലണം, കൊടി പിടിക്കാൻ പറഞ്ഞാൽ കൊടി പിടിക്കണം, മുദ്രാവാക്യം വിളിക്കാൻ പറഞ്ഞാൽ മുദ്രാവാക്യം വിളിക്കണം. അതായത് ലക്ഷണമൊത്ത ഒരു പാർട്ടി അടിമയായി തീരും ഈ ചെറുപ്പക്കാർ. എല്ലാവർക്കും സിൻഡിക്കേറ്റ് അംഗവും യുവജന കമ്മീഷൻ അധ്യക്ഷയും മന്ത്രിയും മുഖ്യമന്ത്രിയും ഒന്നും ആകാൻ കഴിയില്ലല്ലോ. ഈ കേസിൽപ്പെട്ടവർക്ക് ഇനി ശേഷിക്കുന്ന കാലം പാർട്ടിയെ അനുസരിച്ച് കഴിയാം. ഏറ്റവും കുറഞ്ഞത് 7-8 കൊല്ലം പിടിക്കും ഈ കേസ് ഒന്ന് തീർപ്പാകാൻ. റിമാൻഡ് കഴിഞ്ഞിറങ്ങിയാലും പ്രതികൾക്ക് തുടർ പഠനത്തിനും വിലക്കുണ്ട്. അതുകൊണ്ട് അതും കഴിയില്ല. കഴിഞ്ഞ മാസം കൊല്ലം നിലമേലിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കരിങ്കൊടി കാണിച്ച സംഭവത്തിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ 11ഓളം SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരുന്നു. അവരുടെയും ഗതി ഇതുതന്നെയാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാകുന്നതോടെ ഇവരുടെ ഭാവി ഇരുളടഞ്ഞു പോകുകയാണ്. ആദ്യമൊക്കെ ഒരു ആവേശവും ഊർജവും ഒക്കെ കാണും. അതുകഴിഞ്ഞാൽ വീട്ടുകാർക്കും നാട്ടുകാർക്കും സമൂഹത്തിനും എന്തിന് തനിക്ക് തന്നെയും പ്രയോജനമില്ലാത്ത ഒരു ജീവച്ഛവമായി മാംസപിണ്ഡമായി മാറും ഈ പിള്ളേർ. പിന്നെ ഇവർക്കുള്ള ഏക ആശ്രയം പാർട്ടി മാത്രമാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇവർക്കിനി ജീവിതകാലം മുഴുവൻ ഒരു പാർട്ടി അടിമയായി ജീവിക്കേണ്ടി വരും എന്ന. CPMൻ്റെയും DYFIയുടെയും ഒക്കെ കാര്യം ഇതുതന്നെയാണ്. സ്ത്രീ വിഷയത്തിൽ ഉൾപ്പെട്ട എത്രയോ നേതാക്കളുണ്ട് CPMൽ. P ശശി, PK ശശി, ഗോപി കോട്ടമുറിക്കൽ, MA ബേബി, അങ്ങനെ എത്രയോ പേർ. പക്ഷേ അവരൊക്കെ ഇപ്പോഴും ഈ പാർട്ടിയിലുണ്ട്. വാടിക്കൽ രാമകൃഷ്ണൻ വധക്കേസിലെ 1ാം പ്രതിയായിരുന്ന പിണറായി വിജയൻ ഇന്ന് മുഖ്യമന്ത്രിയാണ്. ഗാർഹിക പീഡനക്കേസിലെയും മാധ്യമ ഓഫീസ് ആക്രമിച്ച രേഖകൾ കടത്തിയ കേസിലെയും പ്രതിയായിരുന്ന PA മുഹമ്മദ് റിയാസ് ഇന്ന് സംസ്ഥാനത്തെ പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനുമാണ്. 2 വധശ്രമം ഉൾപ്പെടെ 42ഓളം കേസുകളിലെ പ്രതിയായ PM ആർഷോ ഇന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. നിയമസഭ തല്ലിത്തകർത്ത കേസിലെ പ്രതികളായ V ശിവൻകുട്ടിയും KT ജലീലും EP ജയരാജനുമൊക്കെ മന്ത്രിമാരായിരുന്നവരും മന്ത്രിമാരായി തുടരുന്നവരുമാണ്. ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച KB ഗണേഷ് കുമാറും മുകേഷും മന്ത്രിയും MLAയുമാണ്.
വെട്ടിയും വെടിവെച്ചുമൊക്കെ കൊന്നിട്ടുണ്ടെന്ന് അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞ എം മണി മന്ത്രിയും MLA-യുമായി. അതാണ് ഈ പാർട്ടി. ഇന്നലെ സിദ്ധാർത്ഥിനെ മർദ്ദിച്ച ഹോസ്റ്റലിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്ന പ്രതി സിൻജോയ്ക്ക് യാതൊരു കുലുക്കവും ഇല്ലായിരുന്നു എന്നതും ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരു മനസ്താപമോ കുറ്റബോധമോ ഭയമോ ഒന്നും ഉണ്ടായിരുന്നില്ല അവൻ്റെ മുഖത്ത്. പകരം ഇതിൽ നിന്നൊക്കെ ഞാൻ ഊരിപ്പോകും, എന്നെ രക്ഷിക്കാൻ ആളുണ്ട് എന്ന ആത്മവിശ്വാസമായിരുന്നു ആ വേട്ടനായയുടെ മുഖത്ത്. ഇതെങ്കിലും കണ്ട കേരളത്തിലെ അച്ഛനമ്മമാരും വിദ്യാർത്ഥികളും കണ്ണു തുറക്കണം. സിദ്ധാർത്ഥ നിങ്ങൾക്കെല്ലാവർക്കും ഒരു പാഠമാണ്. ഒരു കാര്യം കൂടി, രാജ്യത്ത് ഒരു കലാലയത്തിലും ഇത്തരം അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണത്? ഒരൊറ്റ ഉത്തരമേ ഈ ചോദ്യത്തിനുള്ളൂ. അവിടങ്ങളിൽ ഒരിടത്തും CPM എന്ന നശിച്ച പ്രസ്ഥാനത്തിന് വേരോട്ടമില്ല. എന്തായാലും സിൻജോയും ഡാനിഷും രഹാനും കാശിനാഥനും ശ്രീഹരിയും ഡോൺസും ആകാശും ബിൽഗേറ്റും അഭിഷേകും അടക്കമുള്ള SFI പിശാചുക്കൾ ഈ സമൂഹത്തിന് ഇനിയുള്ള കാലം മുഴുവൻ ഭീഷണിയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല, സംശയമില്ല.